ആചാരപ്പെരുമയിൽ തൃശൂർ പൂര വിളംബരം ഇന്ന് നെയ്തലക്കാവിൽ നിന്നുള്ള എഴുന്നള്ളത്ത് തുടങ്ങിയിരിക്കുകയാണ്. നെയ്തലക്കാവിൽ നിന്ന് CV അനുമോദും കിഴക്കേ നടയിൽ നിന്നും G ശ്രീജിത്തും ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഏതൊരു തൃശ്ശൂരുകാരന്റെ വികാരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ആ തൃശ്ശൂർ പൂരമാണ് ഇത്തവണ ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒന്നുമില്ലാതെ വെറും ചടങ്ങിൽ മാത്രമായി ഒതുങ്ങുന്നത്. എന്നാൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിനെ തൃശ്ശൂരുകാർ ഏത് രീതിയിലാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത്. ആ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കൂട്ടം അതിനൊരു വലിയ സൂചനയാണ്. ഇപ്പോൾ എഴുന്നള്ളത്ത് എവിടെ വരെ എത്തി? അനുശ്രീ, പൂര വിളംബരത്തിനായി നെയ്തലക്കാവമ്മ നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളുകയാണ് വടക്കുനാഥ സന്നിധിയിലേക്ക്. തന്റെ തട്ടകത്തിലൂടെ തനിക്കായി കാത്തിരിക്കുന്ന ഭക്തരെ കാണാൻ അവർ നിവേദിക്കുന്ന ഫലങ്ങളും പഴങ്ങളും ഒക്കെ സ്വീകരിച്ച് അവരനുഗ്രഹിച്ച് തട്ടകത്തിലമ്മ നെയ്തലക്കാവിലമ്മ വടക്കുനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ ഈ ഒരു ചടങ്ങ് പ്രധാനപ്പെട്ട പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ചടങ്ങിലൊന്നായിട്ട് തന്നെയാണ് കാണുന്നത്. നെയ്തലക്കാവമ്മയ്ക്കാണ് ഈ തെക്കേ നട തുറന്ന് പൂരവിളംബരം ചെയ്യാനുള്ള അനുവാദം ശക്തൻ തമ്പുരാൻ നൽകിയിരിക്കുന്നത്. തെക്കേ ഗോപുരനട സാധാരണഗതിയിൽ തൃശൂർ പൂരത്തിന്റെ ദിവസവും ശിവരാത്രിക്കും മാത്രമാണ് തുറക്കുക. അത് തുറക്കാനുള്ള അനുവാദം, പൂരത്തിന് വിളംബരം ചെയ്യാനുള്ള അനുവാദം നെയ്തലക്കാവമ്മയ്ക്കാണ് നൽകിയിരിക്കുന്നത്. നെയ്തലക്കാവമ്മയുടെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഈ ഒരു തൃശൂർ പൂരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ 8:30 ആണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചത്. നെയ്തലക്കാവമ്മ ഈ 3 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടെ നിന്ന് വടക്കുനാഥ സന്നിധിയിലെത്തി മണികണ്ഠനാൽ പരിസരത്ത് വെച്ച് ഇപ്പോൾ നാഗസ്വരത്തിന്റെ അകമ്പടിയോടെയുള്ള ഈ എഴുന്നള്ളത്ത് അതിനുശേഷം മേളത്തിലേക്ക് മാറും. കിഴക്കൂട്ട് അനിയന്മാരാണ് ഇത്തവണ മേളം അവിടെ നടത്തുക. അതിനുശേഷം 1.5 മണിക്കൂറിലേറെ മേളം നീണ്ടു നിന്നേക്കും. ഇതിനുശേഷം പടിഞ്ഞാറേ നടയിലൂടെ വടക്കുനാഥ സന്നിധിയിലെത്തി വടക്കുനാഥനെ വണങ്ങി തെക്കേ നട തുറക്കുന്നതോടെയാണ് ആ പൂരത്തിന്റെ വിളംബരത്തിന്റെ ആദ്യ ചടങ്ങുകളൊന്ന് പൂർത്തിയാകുന്നത്. തുടർന്ന് വീണ്ടും പടിഞ്ഞാറേ നടയിലെത്തി നിലപാട് തറയിൽ ചെന്ന് അവിടെ പൂരവിളംബരം ശംഖനാദം മുഴക്കുന്നതോടെയാണ് ആ പൂരത്തിന് തുടക്കമാകുന്നത്. ഇതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ എഴുന്നള്ളത്തായിരുന്നു പൂരവിളംബരത്തിന് മാറ്റിയേക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ എറണാകുളം ശിവകുമാറാണ് പൂര വിളംബരത്തിനായി നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റുന്നത്. വലിയ ഒരു ജനാവലി നെയ്തലക്കാവ് ദേശക്കാർ, കുട്ടിയൂർ ദേശക്കാരൊക്കെ ഈ ഒരു എഴുന്നള്ളത്ത് അവരുടെ സ്വകാര്യമായിട്ടുള്ള ഏറ്റവും വലിയൊരു ആഘോഷമായിട്ടാണ് കാണുന്നത്. പ്രധാനപ്പെട്ട കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ പ്രദേശവാസികളും ഒക്കെ നെയ്തലക്കാവമ്മയെ ഈ ഒരു യാത്രയിൽ വടക്കുനാഥ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ അനുഗമിക്കുകയാണ്. നമ്മളൊപ്പം കമ്മിറ്റിക്കാരൊക്കെ ചേരുന്നുണ്ട്. അനുവേട്ടാ, ഇത്തവണ എങ്ങനെയാണ് നേരം വൈകിയോ ഇറങ്ങിയപ്പോ? കുറച്ച് നേരം വൈകി, പക്ഷെ നമ്മളത് ഈ പാമ്പൂര് കഴിഞ്ഞാൽ തട്ടകം കഴിഞ്ഞാൽ നമ്മുടെ തട്ടകം കഴിഞ്ഞാൽ നമ്മളത് കവർ ചെയ്ത് മുന്നോട്ട് പോകും. എനിക്ക് തട്ടകത്തിൽ എല്ലാവരും കാത്തിരിക്കുന്നത് കാണാം അല്ലെ? വിളക്ക് കത്തിച്ച് ഫലങ്ങളും പ്രസാദങ്ങളും ഒക്കെ എല്ലാവരും ദേവീനെ വരവേൽക്കാണ്. നട തുറപ്പിനും പൂര വിളംബരത്തിനും അവരോടൊപ്പം ദേവിയുടെ ഒപ്പം നാട്ടുകാർ, തട്ടക നിവാസികൾ മുഴുവൻ, പൂരപ്രേമികളും പൂരാസാധകരും എല്ലാവരും കൂടി വരുന്നുണ്ട്. എല്ലാവരും വടക്കുന്നാഥിലേക്ക് വടക്കുന്നാഥനെ കാണാൻ പോവാണ്. വടക്കുന്നാഥനെ വണങ്ങി അവിടെ പൂര വിളംബരം എന്ന് പറഞ്ഞ ചടങ്ങ് പ്രൗഢഗംഭീരമായ ചടങ്ങാണ്. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലുള്ള മേളത്തോടുകൂടി ഞങ്ങൾ ചടങ്ങ് ആരംഭിക്കും. എറണാകുളം ശിവകുമാറാണ് തിടമ്പേറ്റുന്നത് നെയ്തലക്കാവിലമ്മയുടെ.
ഈ പൂരത്തിന്റെ കൊടിയിറക്കവും അമ്മയുടെ സാന്നിധ്യത്തിൽ തന്നെയാവും അല്ലേ? കൊടിയിറക്കും ഇവിടെ ഈ തിങ്കളാഴ്ചയാണ് കൊടിയിറക്കുന്നത്. നമ്മള് അത് ഇതുപോലെ വലിയ വലിയൊരു ചടങ്ങായിട്ടാണ് വരുന്നത്. അതിനും എല്ലാവരെയും ക്ഷണിക്കുന്നു. തീർച്ചയായും അത് ഈ നെയ്തിലക്കാവുമ്പയ്ക്ക് തൃശ്ശൂർ പൂരത്തിൽ വലിയ പങ്കുണ്ട്. ശക്തൻ തമ്പുരാന്റെ വലിയ ഭക്തിയായിരുന്നു ശക്തൻ തമ്പുരാന്റെ നെയ്തിലക്കാവുമ്പയെ. അതുകൊണ്ടാണ് നെയ്തിലക്കാവുമ്പയ്ക്ക് ഇത്തരം ഈ ചടങ്ങിൽ പ്രധാനമായിട്ടും ഈ ഒരു പ്രാധാന്യം പല ചടങ്ങുകളിലും ശക്തൻ തമ്പുരാൻ നിഷ്കർഷിച്ചതും ഉൾപ്പെടുത്തിയതും. അതിലൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു നെയ്തിലക്കാവ് ക്ഷേത്രം മുൻപൊരു ശിവക്ഷേത്രം മാത്രമായിരുന്നു. അവിടെ എത്തിയ ഒരു ഭണ്ഡാരി അദ്ദേഹം അടുത്ത കുളത്തിൽ കുളിച്ച് കയറുമ്പോൾ താലം അവിടെ നിന്ന് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ താലത്തിൽ ഭഗവതിയുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ട് അതിൽ നെയ്യും തിലം എന്ന് വെച്ചാൽ എള്ളും നെയ്യും ചേർത്ത് നേതിക്ക് അവിടെ ഭഗവതിയെ പ്രസാദിപ്പിച്ച് അങ്ങനെ അവിടെ കുടിയിരുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഐതിഹ്യം. നെയ് തിലക്കാവാണ് പിന്നീട് നെയ്തലക്കാവായി മാറിയത് എന്നൊക്കെയാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. അങ്ങനെ ഒട്ടേറെ ഐതിഹ്യങ്ങൾ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ശക്തൻ തമ്പുരാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ പല പ്രാർത്ഥനകളും നെയ്തലക്കാവമ്മയുടെ മുമ്പിൽ അത് പൂർത്തീകരിച്ചപ്പോൾ ആ ഭക്തി വർദ്ധിക്കുകയും അങ്ങനെ നെയ്തലക്കാവമ്മയെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ ആസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് ഉൾപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്തു എന്നാണ്. കാരണം തൃശ്ശൂർ പൂരം നടക്കുന്ന തട്ടകത്തിന് ഏറ്റവും ദൂരെയുള്ളൊരു ക്ഷേത്രം കൂടിയാണ് നെയ്തലക്കാവ്. അപ്പോൾ നെയ്തലക്കാവിനെ ഈ പൂരത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ ശക്തൻ തമ്പുരാന്റെ പ്രത്യേകമായിട്ടുള്ള ഭക്തിയും മറ്റ് ഇഷ്ടവും ഒക്കെയാണ് എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. 230 വർഷങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂർ പൂരത്തിന്റെ ആദ്യ ചടങ്ങുകൾ അല്ലെങ്കിൽ ആദ്യ പൂരം ഉണ്ടാകുന്നത്. നമുക്ക് അതിന്റെ ചരിത്രമൊക്കെ അറിയാം. ആറാട്ടുപുഴ പൂരത്തിന് പോകാൻ കഴിയാത്ത 7 ദേശങ്ങൾ അവര് ശക്തൻ തമ്പുരാന് മുമ്പിലെത്തി ഈ ഒരു സങ്കടം പറയുകയാണ്. ആറാട്ടുപുഴ പൂരത്തിന്റെ സമയത്ത് അവർക്ക് മഴ കാരണം അവിടേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഈ ദേശങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയ ദേശങ്ങളെയും അതോടൊപ്പം നെയ്തലക്കാവിനെയും ചേർത്ത് ശക്തൻ തമ്പുരാനാണ് ഈ തൃശ്ശൂർ പൂരം ചിട്ടപ്പെടുത്തിയത്. ഈ ഘടകപൂരങ്ങൾ എന്നാണ് പറയുന്നത്. ആ 8 ദേശക്കാരും 8 ദേശത്തിലെ ദേവതകളും വടക്കുന്നാഥ സന്നിധിയിലെത്തി വടക്കുന്നാഥനെ വണങ്ങി തിരിച്ചു പോകുന്നതാണ് തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ്. അത് 8 ക്ഷേത്രങ്ങൾക്കും സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ ആനകളെ ഉൾപ്പെടുത്തുന്നതും വാദ്യഘോഷങ്ങൾക്കും വരെ ചിട്ടവട്ടങ്ങളുണ്ട്. അപ്പോൾ ഇത്ര കാലമായിട്ടും 230 വർഷമായിട്ടും മാറാത്ത ആചാരാനുഷ്ഠാനമായിട്ട് തന്നെയാണ് ഈ തൃശ്ശൂർ പൂരം മുന്നോട്ട് പോകുന്നത്. അതിൽ ഈ ഒരു തരി പോലും മാറ്റം വരുത്താൻ ആർക്കും അനുവാദമില്ല. അതായത് ആനകളുടെ എണ്ണം അത് കൃത്യമായിട്ട് നിഷ്കർഷിച്ച പോലെ തന്നെ പാടുകയുള്ളൂ. 15 ആനകൾ അത് തിരുവമ്പാടിക്കും പാറമേക്കാവിനും മാത്രമാണ് അവകാശപ്പെട്ടില്ല. പിന്നെ 14 ആനകൾ ചൂരക്കോട്ടുകാവിനമ്മയ്ക്കാണ്. അത് ഓരോ ദേശക്കാർക്കും അതിന് നിഷ്കർഷിച്ച രീതിയിൽ മാത്രമേ ഈ ആനകളെ വരെ ഉൾപ്പെടുത്താനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ അത്രയും ചിട്ടവട്ടങ്ങളോടെയാണ് തൃശ്ശൂർ പൂരം ഓരോ വർഷവും മുമ്പ് എങ്ങനെയാണോ ശക്തൻ തമ്പുരാൻ ചിട്ടപ്പെടുത്തിയത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അത്രയേറെ പ്രാധാന്യമുണ്ട്. ആ പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പൂര വിളംബരം എന്ന ചടങ്ങ്. അതായത് ഇന്ന് ഈ തെക്കേ നട തുറന്നു കഴിഞ്ഞാൽ നാളെ പൂരമായി എന്ന വിളംബരം കൂടിയാണ്. മുമ്പ് ഉണ്ടായിരുന്ന കോവിലകത്ത് പൂരം അത് കാലങ്ങൾക്ക് ഇപ്പുറം മാറ്റം വന്ന് ഇങ്ങനെ ഒരു പൂര വിളംബരമായി എന്നുള്ള സങ്കല്പവും ഉണ്ട്. അതായത് പല ചടങ്ങുകളുടെയും തുടർച്ചയാണ് ഇന്നത്തെ ഈ ഒരു തൃശ്ശൂർ പൂരം എന്നുകൂടി നമ്മൾ പറയണത്. തൃശ്ശൂരിലെ ഓരോ ദേശങ്ങളിലെയും ഓരോ ഉത്സവങ്ങളും പൂരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഇതാണെങ്കിലും നെയ്തലക്കാവമ്മയുടെ എഴുന്നള്ളത്ത് ഇപ്പോൾ തട്ടകം പിന്നിടുകയാണ്. തട്ടകത്തമ്മയെ വരവേൽക്കാൻ വണങ്ങുവാൻ പോകുന്ന വഴിയിൽ ഇരുവശവും ഭക്തർ അവരുടെ വിളക്ക് വെച്ചും ഫലമൂലാദികൾ വെച്ചും ഒക്കെ കാത്തിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും 1 മണിക്കൂറിലധികം സമയം ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ നിന്ന് തൃശ്ശൂരിലെത്താൻ വേണം. അവിടെ നിന്നും മണികണ്ഠനാൽ പരിസരം മുതൽ കിഴക്കൂട്ട് അനിയന്മാരുടെ പാണ്ഡ്യമേളത്തിന്റെ അകമ്പടിയോടെ അതും 1 മണിക്കൂറോളം എടുക്കും. ശേഷം പടിഞ്ഞാറേ നടയിലേക്ക് എത്തി പടിഞ്ഞാറേ നടയിൽ അതിലൂടെ വടക്കുനാഥന്റെ സന്നിധിയിലെത്തി വടക്കുനാഥനെ വണങ്ങി തെക്കേ ഗോപുരനട തുറന്ന് പുറത്തിറങ്ങുന്ന ആ കാഴ്ച, അതാണ് പൂരവിളംബരത്തിന്റെ ആഘോഷമാകുന്ന ആ ദൃശ്യം.
മുമ്പൊക്കെ നമ്മൾ കണ്ടിരുന്നത് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ആ തെക്കേ നട തുറന്നിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനായിട്ടുള്ള ജനലക്ഷങ്ങൾ പൂരത്തിന് സമാനമായ രീതിയിൽ ഈ പൂരത്തലേന്ന് ഈ പൂര വിളംബരത്തിന് ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കണ്ടിരുന്നു. എന്നാണെങ്കിലും ഇത്തവണയും ആചാര അനുഷ്ഠാനങ്ങൾ ഒട്ടും തെറ്റിക്കാതെ ആചാരപ്പെരുമയോടെ തന്നെ തൃശൂർ പൂരം നടക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് പൂരവിളംബരം അല്പസമയത്തിനകം നടക്കും. പൂരവിളംബരത്തിനായി നെയ്തലക്കാവമ്മ തട്ടകത്തിൽ നിന്നും വടക്കുന്നാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളുകയാണ്. അനുശ്രീ. അനുമോദ്, ഞാൻ തുടക്കത്തിൽ അനുമോദിനോട് പറഞ്ഞതുപോലെ തന്നെ ആ ആളുകളുടെ ഒരു സാമീപ്യം ഇത്തവണ പ്രതീക്ഷിച്ചതിലും അപ്പുറം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചതിലും അപ്പുറം ആളുകളാണ് ഇത്തവണ ഈ എഴുന്നള്ളത്തിൽ അണിനിരന്നിരിക്കുന്നത്. ഈ തൃശ്ശൂരുകാർക്ക് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഈ പൂരത്തോടുള്ള ഒരു വികാരം എന്ന് തന്നെ നമുക്ക് പറയാമല്ലേ? തീർച്ചയായും തൃശ്ശൂരുകാരുടെ ഒരു അഭിനിവേശമാണ് പൂരം. പൂരം എന്നാൽ എല്ലാ വർഷവും പൂരത്തിന്റെ സമയത്ത് എവിടെയാണെങ്കിലും ഈ നാട്ടുകാർ ഇവിടെ എത്തും, ഈ പൂരത്തിൽ പങ്കാളിയാകും. അത് ഓരോ വർഷവും അവർ പൂരത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം, ചേട്ടാ ഈ എഴുന്നള്ളത്തിന്റെ കൂടെ പോവാന്നുള്ളത് ഈ തട്ടകത്തിലുള്ള ഒരു അത്രയും വിശ്വാസവും അവകാശവും എന്താ പറയാ, ഭഗവതി പോകുമ്പോ കൂടെ പോവാ, ഭഗവതിക്ക് അകമ്പടി സേവിച്ച് പോവുക എന്നുള്ളതാണ്. നെയ്തലക്കാവ് ഭഗവതിയാണ് തൃശ്ശൂർ പൂരത്തിന് നാന്ദി കുറിക്കുന്ന, നട തുറക്കുന്നതും പൂര വിളംബരം നടത്തുന്നതും. ഭഗവതി പോകുമ്പോ തട്ടക നിവാസികള് അകമ്പടിയായിട്ട് കൂടെ പോകും. ഈ തവണ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ കുറവുണ്ടാവുന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. പക്ഷെ എല്ലാ തവണത്തെയും പോലെ നല്ല ആളുകളാണ് അല്ലേ? ഇല്ല, ആൾക്കാർ കുറവുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആൾക്കാര് കുറവല്ല, കൂടുതലാ. ചടങ്ങായിട്ടാണ് പറയുന്നത്. ചടങ്ങായിട്ട് പറഞ്ഞാൽ ആ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു പ്രൈസ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ രീതിയില് ആൾക്കാർ കൂടുതലാവോ. ബാക്കി വെടിക്കെട്ടപകടം പറ്റിയത് വലിയൊരു ദുരന്തം തന്നെയാണ്. ഇപ്പൊ ഇത്രയും പേര് മരിച്ചിട്ടുള്ളത്. ഇനി ബാക്കി മരിക്കാൻ, അതായത് മരിച്ചിട്ടുള്ളത് ഇത്ര പേര് മരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഹോസ്പിറ്റലിലുള്ള ഐസിയുലുള്ളതൊക്കെ എത്ര പേര് ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ചടങ്ങായിട്ട് തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ദിവസം ഈ ഒരു എഴുന്നള്ളത്തിന്റെ കൂടെ നടക്കുക, അവിടെ നട തുറക്കുമ്പോൾ അവിടെ ഉണ്ടാവുക, അതൊക്കെ ഓരോ തൃശ്ശൂരുകാരനും മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. നാട്ടുകാർക്കും തൃശ്ശൂർക്കാർക്കും ഒക്കെ ഒരു ഇതുള്ളതല്ല തൃശ്ശൂർ പൂരം. സ്വാഭാവികമായിട്ടും മറ്റെല്ലാത്തിനേക്കാളും ഈ ദിവസം ഈ ചടങ്ങുകൾക്ക് തന്നെയാണ് ഇവിടെ തൃശ്ശൂരുകാർ പ്രാധാന്യം കൊടുക്കുക. ഇപ്പോ ചടങ്ങിന് പ്രാധാന്യം ബാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ശ്രീ, അതുപോലെ തന്നെയാണ് എല്ലാ ചടങ്ങുകളെന്ന് പറഞ്ഞാൽ ചടങ്ങുകളൊക്കെ ഉണ്ടാവും, വെടിക്കെട്ട് മാത്രം ഉണ്ടാവില്ല. അതെ 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 അതാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഈ ഒരു പൂരം എന്നത് അവരുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ളതാണ്. അവരുടെ പൂരത്തോടുള്ള അഭിനിവേശവും അവരുടെ താല്പര്യമൊക്കെ കേരളത്തിലെ മറ്റേത് ക്ഷേത്രങ്ങളെക്കാൾ ഉള്ളത് തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ തൃശ്ശൂരിന്റെ പൂരം അത് ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റിക്കാതെ, എന്നാൽ വെടിക്കെട്ട് മാത്രം ഒഴിവാക്കി കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഗംഭീരമായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ പ്രൗഢിയല്ല, പക്ഷെ ആചാരാനുഷ്ഠാനങ്ങളിൽ ചിട്ടവട്ടങ്ങളിലൊക്കെ മാറ്റം വരുത്താതെ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഈ ദിവസങ്ങളിൽ എത്താനുള്ള ഒരു സാധ്യത കൂടി കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിച്ചത്. എന്നെങ്കിലും ഒരു തൃശ്ശൂർ പൂരത്തിന്റെ മാറ്റ് എവിടെയും കുറയില്ല എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ വിളംബരത്തിന് മുമ്പുള്ള തട്ടകത്തെ കാഴ്ചകൾ. അനുമോദ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇനിയിപ്പോൾ 1 മണിക്കൂറോളം സമയം എടുക്കുമെന്ന് പറഞ്ഞ് എഴുന്നള്ളത്ത്. പിന്നെ അനുമോദിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കിഴക്കേ നടയിൽ നിന്നും ശ്രീജിത്തും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, അവിടെ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? തെക്കേ നടയിലുള്ള പൂര വിളംബരത്തിനായുള്ള കാത്തിരിപ്പിലാണോ പൂരനഗരി മുഴുവൻ? തീർച്ചയായും നെയ്തലക്കാവിൽ അമ്മയുടെ വരവിനായി ഈ പൂരനഗരി കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നെയ്തലക്കാവിൽ അമ്മയുടെ വരവും പിന്നീടുണ്ടാകുന്ന പൂര വിളംബരവും തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, അതിൻ്റെ സവിശേഷത. ഞാനിപ്പോൾ ഉള്ളത് പടിഞ്ഞാറേ നടയിലാണ്. ഇവിടേക്കാണ് നെയ്തലക്കാവിലമ്മ ഇതുവഴി വന്ന് പ്രവേശിച്ച് പുറത്തിറങ്ങി ഇവിടെ നിലപാട് തറയുണ്ട്. ആ നിലപാട് തറയിലെത്തി ശംഖ് വിളിക്കുന്നതോടുകൂടിയാണ് പൂര വിളംബരം ആകുന്നത്. അതായത് അനുമോദ് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുന്ന് സ്വരാജ് റൗണ്ട് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കിഴക്കൂട്ട അനിയന്മാരുടെ നേതൃത്വത്തിൽ വലിയ വാദ്യമേളങ്ങളോടുകൂടിയാണ് നെയ്തലക്കാവിൽ അമ്മയുടെ ഒരു സ്വീകരണം
ഉണ്ടാകുക. എന്തായാലും ആ നിലയിലുള്ള ആചാരപരമായ ചടങ്ങുകളിലേക്ക് തൃശ്ശൂർ പൂരനഗരി കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. ഇത്തവണത്തെ ഒരു പ്രത്യേകത ഈ ദുരന്തമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ആഘോഷം എന്നുള്ളത് പരിപൂർണമായും ഏതാണ്ട് മാറ്റിവെക്കുന്നു. പകരം ഏതാണ്ട് എല്ലാം ആചാരത്തിന്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകളാണ് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. വെടിക്കെട്ട് ഉൾപ്പെടെയുള്ളവ എല്ലാം ഒഴിവാക്കുമ്പോഴും ഇപ്പോൾ തന്നെ ഈ പൂരചമയ പ്രദർശനം തിരുവമ്പാടിയിൽ നടക്കുകയാണ്. അതും അങ്ങനെ ഒരു ഉദ്ഘാടനമൊന്നും ഇല്ലാതെ അവിടെ എത്തി കാഴ്ചക്കാർക്ക്, പൂരപ്രേമികൾക്ക് ഇതൊക്കെ കാണാനുള്ള സൗകര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും ഇന്ന് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഉള്ള മണിക്കൂറുകൾ ഏതാണ്ടെല്ലാം പൂരത്തിൻ്റെതായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ആനകളുടെയൊക്കെ വരവ് തന്നെ പൂരപ്രേമികളെ സംബന്ധിച്ച് അവരുടെ മനസ്സ് നിറയ്ക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തവണ തൃക്കടവൂർ ശിവരാജു ഈ പൂരത്തിൽ പങ്കാളിയായി എത്തുന്നു. പാറമേക്കാവിൻ്റെ തിടമ്പ് ഏറ്റുന്നത് തൃക്കടവൂർ ശിവരാജുവാണ്. ശിവരാജു അല്പസമയം മുമ്പ് ഈ വടക്കുന്നാഥൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് വണങ്ങാനായി പോയിട്ടുണ്ട്. ആദ്യം ഈ തെക്ക് നിന്ന്, കൊല്ലത്ത് നിന്ന്, തൃക്കടവൂരപ്പൻ്റെ നാട്ടിൽ നിന്നാണ് ഇങ്ങനെ ശിവരാജു എത്തുന്നത്. ഒരു നാടൻ ആന കോന്നിയിൽ നിന്ന് ലഭിച്ച, കേരളത്തിലെ കാട്ടിൽ നിന്ന് തന്നെ ലഭിച്ച ലക്ഷണമൊത്ത കരിവീരനായ തൃക്കടവൂർ ശിവരാജു. അങ്ങനെ ഓരോ ആനകളും ഇത്തവണത്തെ പ്രത്യേകതകളാണ്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആനകളുണ്ട്. തിരുവമ്പാടി ചന്ദ്രശേഖരനുണ്ട്. അങ്ങനെ ആനപ്രേമികളെ സംബന്ധിച്ച്, പൂരപ്രേമികളെ സംബന്ധിച്ച് ആചാരങ്ങൾ ഉണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ പൂരം ആസ്വദിക്കാൻ കഴിയുന്നവരെ സംബന്ധിച്ച് ആ നിലയിലുള്ള കാഴ്ചകളും ഇത്തവണയുമുണ്ട്. ശ്രീജിത്ത് കഴിഞ്ഞ തവണയും പൂരം ഇതുപോലെ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടി ചോദിക്കുകയാണ്, ഇത്തവണ ഈ ദുരന്തമൊക്കെ നടന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പോഴും പതിവ് പോലെ തന്നെ ആളുകൾ അവിടെ എത്തുന്നുണ്ടോ? ഈ നിമിഷം നമുക്കൊരു അന്തിമമായ കാര്യം പറയാൻ കഴിയില്ല. ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിനായൊക്കെ എത്തുന്ന ഭക്തരുടെ എണ്ണം ഇവിടെ തുടരുന്നുണ്ട്. അതേസമയം കുറച്ചുകൂടെ കഴിഞ്ഞാലായിരിക്കും ഈ ഒരു എന്താ പറയുക, എറണാകുളം ശിവകുമാറൊക്കെ എത്തി പൂര വിളംബരമൊക്കെ നടക്കുന്ന ഒരു സമയത്തായിരിക്കും തെക്കേ ഗോപുരനടയിൽ വലിയൊരു ആൾത്തിരക്ക് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. ആ സമയം എന്ന് പറഞ്ഞാൽ ഇനിയും ഏതാണ്ടൊരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് കഴിയാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷമായിരിക്കും അത്തരം ചടങ്ങുകളിലേക്ക് എത്തുക. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച്, പടിഞ്ഞാറേ നടയിൽ കൂടി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച ശേഷം തിരിച്ചെത്തി ആണ് ഇവിടെ പൂര വിളംബരം നടക്കുക. അതിനുശേഷം ഈ തെക്കേ ഗോപുര നടയിലൂടെ പുറത്തിറങ്ങി ഈ നെയ്തലക്കാവിലമ്മയുടെ മടക്കമാണ്. അങ്ങനെ ആ ചടങ്ങുകൾ ഇപ്പോൾ ഇവിടെ കുറച്ചു പേർ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ തൃക്കടവൂർ ശിവരാജു ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കൂടേണ്ടതാണ്. പക്ഷെ അത്രത്തോളം വലിയൊരു ആൾക്കൂട്ടം എന്തായാലും ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ കരാറുകാരനായ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ ഇന്ന് നടക്കുന്ന ദിവസമാണ്. ഈ പൂരപ്രേമികളെ സംബന്ധിച്ച് വളരെ വേണ്ടപ്പെട്ട ആള് തന്നെയാണ് അദ്ദേഹം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ രാവിലെ പൊതുദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളൊക്കെ അവിടെ മുണ്ടത്തിക്കൂടെ നടക്കുന്ന സാഹചര്യം ഉണ്ട്. ഈ തിരുവമ്പാടി ദേശക്കാരായ 4-5 അവരുടെ പ്രധാനപ്പെട്ട, അവരുടെ മുൻനിര ഈ പൂര സംഘാടകർ തന്നെയായിട്ടുള്ള 4-5 പേർ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു വേദന കൂടി ഇതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ തൃശ്ശൂർ പൂരത്തിനൊരു പ്രാധാന്യമുണ്ട്. അതങ്ങനെ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതല്ല, അത് ആചാരം നടക്കേണ്ടതുണ്ട്. അതിൽ തൃശ്ശൂർക്കാർക്കൊരു പ്രത്യേക ഒരു വാശി തന്നെയുണ്ട്. ഞങ്ങളത് നടത്തണം. അത് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക. അതിജീവനമാണല്ലോ എല്ലാ ദുരന്തങ്ങളുടെയും അവസാനം നടക്കേണ്ടത്. അങ്ങനെ വേഗത്തിലുള്ള ഒരു അതിജീവനത്തിലേക്ക് പോകാനുള്ള ശ്രമമാണ് ഈ തൃശ്ശൂർ നടക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. ശരി, ശ്രീജിത്തും CV അനുമോദുമാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ പൂരത്തിൽ ഇത്തവണ പാറമേക്കാവിൽ അമ്മയുടെ തിരമ്പേറ്റാൻ കൊല്ലം തൃക്കടവൂരിൽ നിന്ന് ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജു യാത്ര തിരിച്ചു. തൃക്കടവൂരപ്പനെ വണങ്ങിയ ആരാധകരുടെ ആവേശം ഏറ്റുവാങ്ങിയാണ് ശിവരാജുവിന്റെ യാത്ര. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലായിരുന്നു പൂരങ്ങളുടെ ദേശമായ തൃശൂരിലേക്കുള്ള യാത്ര തിരിച്ചത്. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കി ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് ശിവരാജുവിനെ തൃശൂർ പൂരത്തിലേക്ക് കൊണ്ടുപോയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനകളിൽ തലയെടുപ്പും ലക്ഷണ സൗന്ദര്യവും കൊണ്ട് ശ്രദ്ധേയനായ ഗജവീരനാണ് ശിവരാജു. തെക്കൻ കേരളത്തിൽ വലിയ ആരാധക പിന്തുണയുള്ള ആന കൂടിയാണ്. ശിവരാജുവിനെ പൂരത്തിലേക്ക് എത്തിക്കുന്നതിനായി ആവശ്യമായ 2.5 ലക്ഷം രൂപ ആരാധകർ തന്നെ സമാഹരിച്ച് ദേവസ്വം ബോർഡിന് കൈമാറിയിരുന്നു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള ആനപ്രേമികൾ
വലിയ ആവേശത്തോടെയാണ് ശിവരാജുവിനെ യാത്രയച്ചത്. തൃക്കടൂരപ്പൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് നമുക്ക് ശിവരാജുവിനെ അവിടെ എഴുന്നള്ളിക്കാൻ അവസരം കിട്ടിയത്. പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പ് ഏറ്റാനുള്ള ഭാഗ്യമാണ് തൃക്കടൂർ ശിവരാജുവിന് ലഭിച്ചിരിക്കുന്നത്. എല്ലാം ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പം ഗംഭീരമായ ഒരു സ്വീകരണം നൽകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഗംഭീരമായ നടയും തലയെടുപ്പും കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ച ശിവരാജുവിനെ ഇത്തവണ തൃശൂർ പൂരത്തിൽ നായകനായി കാണാൻ ആബാലവൃദ്ധ ആരാധകരും കാത്തിരിക്കുകയാണ്. ശിവരാജുവിന്റെ ഓരോ ചുവടും ഇനി പൂരത്തിന്റെ താളത്തിലേക്കാണ്. ന്യൂസ് 18 കൊല്ലം. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഇറാൻ രണ്ടാം ഘട്ട ചർച്ചകൾ നടന്നേക്കുമെന്ന് സൂചന. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിലെ പ്രതിനിധി സംഘം പാകിസ്ഥാനിലെത്തി. ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അവകാശപ്പെട്ടു. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരദ് കുഷ്ണർ എന്നിവർ ഉടൻ ഇസ്ലാമാബാദിലേക്ക് യാത്ര തിരിക്കുമെന്നും അറിയിപ്പ്. As you know, and I spoke about it earlier this week, the president was flexible in granting an extension of the ceasefire throughout this time. The president has decided to dispatch Special Envoy Witkoff and Jared Kushner back to Islamabad. The Iranians want to talk. They want to talk in person. And so the president is, as I've said many times to all of you, always willing to give diplomacy a chance. So Steve and Jared will be heading to Pakistan tomorrow to hear the Iranians out. We hope progress will be made, and we hope that positive developments will come from this meeting, and we will see. And the president, the vice president, the secretary of state will be waiting here in the United States for updates, and the vice president, I understand, is on standby and will be willing to dispatch to Pakistan if we feel it's a necessary use of his time. അതേസമയം അമേരിക്കയുമായി ചർച്ച ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഇറാന്റെ നിരീക്ഷണങ്ങൾ പാകിസ്ഥാനെ അറിയിക്കുമെന്നും വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ഭഗേയി എക്സിൽ കുറിച്ചു. അജയ് സുധാബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഒരു സമാധാന ചർച്ച എന്നത് ഇപ്പോഴും ഒരു അനിശ്ചിതത്വമായി അവിടെ നിലനിൽക്കുകയാണ്. ഇനി സമാധാന ചർച്ച ഉണ്ടായാൽ തന്നെ അത് എത്രത്തോളം വിജയത്തിലേക്ക് എത്തുമെന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്നും പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, എല്ലാവരും കാത്തിരുന്നത് പോലെ ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തിയെങ്കിലും ഒരു ചർച്ച നടക്കാനുള്ള സാധ്യതകൾ അത് ഇപ്പോഴും നേരിയ തോതിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോഴൊരു ചർച്ചയല്ലെങ്കിൽ പോലും ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങളും അതുപോലെ ഉപാധികളും അമേരിക്കയ്ക്ക് കൈമാറിക്കൊണ്ടുള്ള ഒരു സമവായ നീക്കം അതെങ്കിലും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ചർച്ച പാകിസ്ഥാനിൽ വെച്ച് നടക്കുമെന്ന് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയും പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദറും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് ഇത്തരം അഭ്യൂഹങ്ങൾ വന്നത്. അതിന് പിന്നാലെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു. അമേരിക്കയിൽ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റാണ് പ്രതികരണം നടത്തിയത്. അവർ പറഞ്ഞത് ഇറാൻ ഈ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഒരു സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായി US തങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫിനെയും ജാരഡ് കുഷ്ണറിനെയും പാകിസ്ഥാനിലേക്ക് അയക്കുന്നുണ്ട്. ഇസ്ലാമാബാദിൽ വെച്ച് ഉടൻ ചർച്ചകൾ നടക്കും എന്ന് തന്നെ അമേരിക്ക പ്രതീക്ഷിക്കുന്നു. ചർച്ചകൾ ശുഭകരമാണെങ്കിൽ USന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള JD വാൻസ് കൂടി പാകിസ്ഥാനിലെത്തുമെന്നും കരോലിൻ ലെവിറ്റ് അറിയിക്കുകയായിരുന്നു. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ നിലവിൽ ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി പറയുന്നത് ഇപ്പോൾ നിലവിൽ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി പാകിസ്ഥാനിലെത്തിയിട്ടുള്ളത് ഇറാന്റെ ഒരു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ പാകിസ്ഥാൻ സന്ദർശനത്തിന് ശേഷം അബ്ബാസ് അറക്ചി ഉടൻ തന്നെ ഒമാനിലേക്കും അതുപോലെ തന്നെ മോസ്കോയിലേക്കും യാത്ര തിരിക്കും. ഇപ്പോൾ നിലവിൽ USുമായിട്ടുള്ള ഒരു ചർച്ച തങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇറാന്റെ നിരീക്ഷണങ്ങൾ പാകിസ്ഥാനെ അറിയിക്കുക മാത്രമാണ് നിലവിൽ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഇസ്മായിൽ ബഗേയി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊരു ചർച്ചയുടെ, അതായത് നേരിട്ടുള്ള ചർച്ചയുടെ സാധ്യതകൾ വിദൂരം തന്നെയാണ്. അമേരിക്കയുടെ പ്രതിനിധികൾ അവർ ഇന്നോടെ യാത്ര തിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ നാളെയാകും പാകിസ്ഥാനിലെത്താൻ. അപ്പോൾ ഇത്ര ദീർഘമായിട്ടുള്ള ഒരു സന്ദർശനം അതിന് ഇറാൻ തയ്യാറാകുമോ, അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു സംഭാഷണം അത് ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടു പോയിരുന്നു, അതിന് ഇറാൻ സന്നദ്ധത അറിയിക്കുമോ എന്നുള്ള അതിനുള്ള സാധ്യതകളൊക്കെ ഇപ്പോഴും ഒരു വിദൂരം തന്നെയാണ്. പക്ഷേ ഇറാന്റെ ചില ഉപാധികളെങ്കിലും പാകിസ്ഥാന് കൈമാറിയിട്ട് അത് പാകിസ്ഥാൻ അമേരിക്കൻ പ്രതിനിധികളെ ഏൽപ്പിച്ച് പിന്നീട് അമേരിക്കയുടെ ഒരു മറുപടി വന്നതിന് ശേഷം തുടർ നീക്കങ്ങളെങ്കിലും നടക്കാനുള്ള സാധ്യതകളാണ്
എന്നുള്ളതാണ് നിലവിൽ നമുക്ക് കാണാനാകുന്നത്. പശ്ചിമേഷ്യയിലെ മറ്റൊരു സംഘർഷ ഭൂമികയാണ് ലബനനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളിൽ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടിയിട്ടുണ്ടെങ്കിലും സംഘർഷത്തിന് അയവില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിന്റെ സേനയും അതുപോലെ തന്നെ ഹിസ്ബുള്ള സേനയും തമ്മിലുള്ള ഒരു വെടിവയ്പ്പൊക്കെ കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു. മേഖലയിൽ 6 ഹിസ്ബുള്ള സൈനികരെ കൊലപ്പെടുത്തിയതായിട്ട് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് മരണസംഖ്യ 2491 പിന്നിട്ടതായിട്ടാണ് ലബനനിൽ നിന്നുള്ള ഔദ്യോഗിക വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ ലബനൻ സർക്കാരിന് ഹിസ്ബുള്ള സേനയ്ക്ക് മേലുള്ള ഒരു നിയന്ത്രണം അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടെന്നാണ് ഇസ്രായേലിന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇസ്രായേലി സൈന്യത്തിന് ലബനനിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളതായിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കുന്നത്. ശരി, സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. നാളെ മുതൽ പുറത്തുനിന്ന് ലഭിക്കുന്ന വൈദ്യുതിയിൽ 200 മെഗാവാട്ടിന്റെ കുറവുണ്ടാകും. വൈദ്യുതി നിയന്ത്രിക്കാൻ നിലവിലുള്ള അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗിന്റെ ദൈർഘ്യം കൂട്ടിയേക്കും. ലോഡ് റെസ്ട്രിക്ഷൻ എന്ന പേരിലാണ് നിയന്ത്രണം വരിക. അതേസമയം സംസ്ഥാനത്ത് ഇന്നും കനത്ത ചൂട് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. പാലക്കാട് 40 ഡിഗ്രി വരെയും കൊല്ലത്ത് 39 ഡിഗ്രി വരെയും ചൂട് അനുഭവപ്പെടും. ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ സംസ്ഥാനം. നമുക്കറിയാം ഇപ്പോഴത്തെ ചൂട് അത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ആ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി കൂടി ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ വീടുകളിൽ എങ്ങനെ കഴിഞ്ഞുകൂടും ആളുകൾ എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി അവിടെ മാറുകയാണ്. പവർ കട്ടിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ചൂടുകൊണ്ട് വീടിനുള്ളിൽ ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണിപ്പോൾ കേരളത്തിലെ ജനങ്ങളെല്ലാം ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ പവർ കട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ ജനങ്ങൾ വീടുകൾക്കുള്ളിൽ കഴിച്ചുകൂടുമെന്നുള്ളത് ഒരു വലിയ ചോദ്യമാവുകയാണ്. ഫാനോ AC ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ആളുകൾ കടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പവർ കട്ട് കൂടി നിലവിൽ വരുന്നു എന്ന് പറയുന്നത്. 39 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ കൊല്ലത്ത് പാലക്കാട് അടക്കം ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ജില്ലകളിലൊക്കെ പവർ കട്ട് വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അതിനെ ഏത് രീതിയിൽ സമീപിക്കും, അതിനെ എങ്ങനെ സർവൈവ് ചെയ്യുമെന്നുള്ളതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പവർ കട്ട് കൂടി നിലവിൽ വരുന്നു എന്ന് പറയുമ്പോൾ അതിനെ ജനം എങ്ങനെ അതിനോട് പ്രതികരിക്കും, അല്ലെങ്കിൽ ജനം അതിന് എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി അവിടെ നിലനിൽക്കുകയാണ്. കാരണം ചൂടാണ്, AC ഫാനോ ഒന്നുമില്ലാതെ വീടുകൾക്കുള്ളിൽ ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അനുസരിച്ച് തീർച്ചയായും, കാരണം ഈ ഒരു ചൂട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ രീതിയിൽ ചൂട് ഉഷ്ണതരംഗ സാധ്യതയടക്കം കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരുന്നു. ഇന്നും അത്തരത്തിലുള്ളൊരു 40 ഡിഗ്രി വരെ പോകുന്ന ചൂടാണ് ഇന്നുള്ളത്. അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ KSEBയുടെ ഭാഗത്തു നിന്നടക്കം കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ്, അതായത് കൃത്യമായ ഒരു സമയം മുൻകൂട്ടി അറിയിക്കാതെ തന്നെയുള്ള അരമണിക്കൂറോളം വരുന്ന ലോഡ് ഷെഡിംഗ്, അത് ഇപ്പോൾ വൈദ്യുതി ഉപഭോഗം ഗണ്യമായ രീതിയിൽ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാറ്റം, അതായത് ഒരു ലോഡ് ഷെഡിംഗ് കാര്യത്തിലേക്ക് പോകുന്നത്. മാത്രമല്ല റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. ഈ ഒരു ഉയർന്ന നിരക്കിൽ പുറമേ നിന്നും വൈദ്യുതി വാങ്ങുന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനമായിട്ടില്ല. അതുതന്നെയാണ് ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. മാത്രമല്ല ഡാമുകളിലടക്കം ജലലഭ്യത വളരെ കുറവാണ്. 35% മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വൈദ്യുതി ഉപഭോഗവുമായി ബന്ധപ്പെട്ട വൈദ്യുതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡാമുകളിൽ ഇപ്പോൾ ജലലഭ്യതയും കുറവുണ്ട്. അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും, ഒപ്പം പീക്ക് സമയങ്ങളിൽ അടക്കമുള്ള വലിയ വൈദ്യുതി ഉപഭോഗം KSEB വലിയ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ. അതുമാത്രമല്ല ചൂട് കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതുമാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗിലേക്ക് അടക്കം കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. നാളെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്നടക്കമുള്ള കണക്കുകൂട്ടലുകളുണ്ട്. എന്ത് തന്നെയായാലും ഇന്ന് ചേരുന്ന മുഖ്യമന്ത്രിയുടെ യോഗത്തിലടക്കം ഈ വിഷയം ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ചൂടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ ഒരു യോഗത്തിലേക്ക് കാര്യങ്ങൾ കടക്കാൻ കാരണമായിരിക്കുന്നത്. അത് KSEBയുടെ നിലവിലെ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുസരിച്ച്
ശരി, സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കേരളത്തിലേതിന് സമാനമായ സാഹചര്യമാണ് ഉത്തരേന്ത്യയിലുമുള്ളത്. അവിടെ കനത്ത ചൂടാണ് ഇപ്പോഴുമുള്ളത്. ഡൽഹി, പഞ്ചാബ്, UP എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. 3 ദിവസത്തിനുള്ളിൽ ചൂട് 45 ഡിഗ്രി വരെ ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പുള്ളത്. വിവരങ്ങളുമായി ഗോപിക ചേരുന്നുണ്ട്. ഗോപിക, കേരളത്തിലേതിന് സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. എന്താണിപ്പോൾ അവിടുത്തെ സാഹചര്യം? കനത്ത ചൂടാണോ അനുഭവപ്പെടുന്നത്? ഉത്തരേന്ത്യയിൽ ഉയർന്ന താപനില തുടരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 40 ഡിഗ്രി സെൽഷ്യസ് മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, വടക്കൻ കർണാടകയുടെ ഉൾഭാഗങ്ങൾ, ഗുജറാത്തിന്റെയും ഒഡീഷയുടെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായിട്ടാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിലാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. 44.5 ഡിഗ്രി സെൽഷ്യസ് ആണ് നിലവിലെ താപനില. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഉയർന്ന രീതിയിലാണ് ഇപ്പോൾ ചൂട് ഉള്ളത്. ഡൽഹിയിൽ താപനില 44 ഡിഗ്രി സെൽഷ്യസ് മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ യെല്ലോ അലേർട്ടാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 26 മുതൽ 28 വരെ ഈ മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു നേരിയ ആശ്വാസമായിട്ട് പറയുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിലാളികളാണ് ചൂട് കൊണ്ട് വലയുന്നത്. അതേസമയം പശ്ചിമ ഹിമാലയൻ മേഖലകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ചില ഭാഗങ്ങളിലും കുറഞ്ഞ അളവിൽ മാത്രമാണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശരി, ഗോപികയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന് ആന്റിവെനം നൽകിയില്ലെന്ന പരാതിയിൽ DMOയുടെ പരിശോധന ഇന്ന് നടക്കും. മരിച്ച ദിക്ഷലിന്റെ അയൽവീട്ടിൽ നിന്ന് മൂർഖനെ പിടികൂടി. ചിറയൻകീഴിൽ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട ദിക്ഷലിന്റെ വീടിന്റെ സമീപം പാമ്പ് ശല്യം രൂക്ഷമാണ്. കോഴിക്കോട് കല്ലാച്ചിയിൽ പാമ്പിന്റെ ആക്രമണത്തിൽ നിന്ന് വിദ്യാർത്ഥി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കല്ലാച്ചി സ്വദേശിയായ അബ്ദുൾ റാഷിദിന് നേരെയാണ് പാമ്പ് പാഞ്ഞെടുത്തത്. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. കോഴിക്കോട് കല്ലാച്ചിയിൽ പാമ്പിന്റെ ആക്രമണത്തിൽ നിന്ന് വിദ്യാർത്ഥി തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാമ്പ് ആ സ്കൂട്ടറിന് സമീപത്തേക്ക് വരുന്നതിന് ശേഷം കുട്ടി സ്കൂട്ടറിനടുത്തേക്ക് പോകുമ്പോൾ പാമ്പ് കുട്ടിക്ക് നേരെ പാഞ്ഞെടുക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. തലനാരിഴയ്ക്ക് തന്നെ കുട്ടി രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം. ഇന്ത്യൻ തത്വചിന്തയെയും വേദാന്തത്തെയും ലോകത്തിനു മുന്നിൽ പ്രഭാഷണങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും അവതരിപ്പിച്ച ഋഷിവര്യൻ മുനി നാരായണ പ്രസാദ് അന്തരിച്ചു. വർക്കല നാരായണ ഗുരുകുല അധ്യക്ഷനാണ്. 87 വയസ്സായിരുന്നു. പുലർച്ചെ 3:55 അന്ത്യം. ഗുരു നിത്യചൈതന്യേതിയുടെ പ്രധാന ശിഷ്യനുമായിരുന്നു മുനി നാരായണ പ്രസാദ്. പാർവതി സത്യദേവൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പാർവതി, ദുഃഖകരമായൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. പൊതുദർശനം എപ്പോഴായിരിക്കും, സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ഇന്ന് പുലർച്ചെ 3:55 കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. 87 വയസ്സായിരുന്നു മുനി നാരായണ പ്രസാദിന്. എഴുത്തുകാരനും ചിന്തകനും സന്യാസിയുമായിരുന്നു അദ്ദേഹം.
വർക്കലയിലെ നാരായണ ഗുരുകുല ഫൗണ്ടേഷന്റെ സ്ഥാപകൻ കൂടിയാണ് മുനി നാരായണ പ്രസാദ്. പുലർച്ചെ 3:55 അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. 2024 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. നിത്യചൈതന്യയുടെ പ്രധാന ശിഷ്യനായിരുന്നു മുനി നാരായണ പ്രസാദ്. നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വർക്കല ഗുരുകുലത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഗുരുകുലത്തിൽ എത്തിക്കും. ഇതിനുശേഷം പൊതുദർശനം ഉണ്ടാകും. ഇവിടെ തന്നെയാകും പൊതുദർശനം. സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 5 മണിയോടുകൂടി നടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. വർക്കല ഗുരുകുലത്തിന് സമീപത്ത് തന്നെയുള്ള നടരാജഗിരിയിലായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം ഉണ്ടാവുക. എന്നാൽ പൊതുദർശനം ഗുരുകുലത്തിൽ മാത്രമാകും ഉണ്ടാവുക. നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തുന്നുണ്ട്. ഇന്ത്യൻ തത്വചിന്തയെയും വേദാന്തത്തെയും കുറിച്ച് അദ്ദേഹത്തിന് ധാരാളം എഴുതിയിട്ടുണ്ട്. കൂടാതെ പരമ്പരാഗത ഗ്രന്ഥങ്ങൾ പുതിയ തലമുറയ്ക്ക് ലഭ്യമാക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. മാത്രമല്ല ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 90ഓളം ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പൊതുമരാമത്തിൽ വകുപ്പിൽ എഞ്ചിനീയറായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. 1958 നാരായണ ഗുരുകുലത്തിൽ അന്തേവാസിയായി ചേരുകയും 67 നടരാജ ഗുരുവിൽ നിന്ന് ബ്രഹ്മചാരി ദീക്ഷ സ്വീകരിക്കുകയുമായിരുന്നു. 1968 അദ്ദേഹം പൂർണ്ണമായി സന്യാസ ജീവിതത്തിലേക്ക് കടന്നത്. ഒരുപാട് പേർക്ക് പ്രചോദനമായിരുന്നു മുനി നാരായണ പ്രസാദ്. അനുശ്രീ. പാർവതി സത്യദേവനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. നദികളിൽ സുന്ദരി യമുന ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് മുരളി കുന്നംപുറത്തിന്റെ ആരോപണത്തെ തള്ളി സംവിധായകൻ വിജേഷ് പാണത്തൂർ. റിലീസിന് മുൻപേ മാർക്കറ്റിംഗ് ആയ സിനിമയാണ് നദികളിൽ സുന്ദരി യമുന. തന്റെ സിനിമ കരിയർ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ആരോപണമെന്നും വിജേഷ് പറഞ്ഞു. നദികളിൽ സുന്ദരി യമുനയുടെ സംവിധായകൻ വിജേഷ് പാണത്തൂർ തന്നെ ന്യൂസ് 8-നോടൊപ്പം ചേരുന്നു. ഏതായാലും ന്യൂസ് 8 നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ മുരളി കുന്നംപുറത്തിൽ വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അതിന് പ്രതികരിക്കുന്നത്? രാവിലെ മൂപ്പരുടെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ട് ആരോപിച്ചിട്ടുള്ളത് എൻ്റെ അക്കൗണ്ടിലോട്ട് ഒരു 2 ലക്ഷത്തി സംതിങ് എന്തോ രൂപ ഇട്ടിരുന്നു. അതുകൂടാണ്ട് പേഴ്സണലി എന്തോ ഒരു 80,000 രൂപ അടുത്തെന്തോ കഥ പറഞ്ഞു. ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള കണക്കെന്ന് വെച്ചെങ്കിൽ ഈ പടത്തിനകത്ത് ഞങ്ങൾ 2 ഡയറക്ടേഴ്സാണ്. ഈ 2 ഡയറക്ടേഴ്സിനും ആ സമയത്ത് ഞങ്ങൾ ആദ്യം 15 ലക്ഷം രൂപ സാലറി, സ്ക്രിപ്റ്റും ഡയറക്ഷനും കൂടി ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ പടത്തിൽ തന്നെ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇടപെടൽ പ്രകാരം ആ പടത്തിന് ഞങ്ങൾ റെമോണ്ടേഷൻ 5 ലക്ഷം കുറയ്ക്കുകയും പകരം 10 ലക്ഷം രൂപ എന്നുള്ള രീതിക്ക് വെക്കുകയും ചെയ്തു. 5 ലക്ഷം എന്നുള്ള രീതിയിൽ. അതിനുശേഷം പടം ഷൂട്ട് തുടങ്ങി മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇതിന് പ്രീ പ്രൊഡക്ഷനും അതുപോലെ പോസ്റ്റ് പ്രൊഡക്ഷനും പരിപാടിയിലാണ് എൻ്റെ അക്കൗണ്ടിലോട്ട് ഈ പൈസ വന്നിട്ടുള്ളത്. അതായത് ഞങ്ങളുടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് എഡിറ്റിംഗ് തൊട്ട് അതിന് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് എഡിറ്റർ അസോസിയേറ്റ് ഈ പറഞ്ഞ 2 ഡയറക്ടേഴ്സ് മറ്റുള്ള ആൾക്കാർക്കുള്ള ഫുഡിൻ്റെ പൈസയാണ് ആ വന്ന പൈസ. അതുപോലെ തന്നെ പ്രീ പ്രൊഡക്ഷൻ സമയത്തിൻ്റെ ലൊക്കേഷൻ നോക്കാൻ പോകുന്നതും മറ്റ് ചിലവിനുള്ള പൈസയാണ് ഇപ്പോൾ ഈ പറയുന്ന പൈസ എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുള്ളത്. എനിക്കൊരു ടൈൽസ് തന്നതിൻ്റെ ഒരു കണക്ക് പറഞ്ഞു. കൃത്യമായിട്ട് ആ പടത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്താണ് എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് മുരളിയേട്ടനോട് പറഞ്ഞാൽ എനിക്കിങ്ങനെ എൻ്റെ സാലറി അവിടെ ഉണ്ടല്ലോ, എനിക്കിങ്ങനെ ഒരു പൈസ വേണം വീട്ടിന്, എങ്ങനെ എനിക്കൊരു ഗ്രാനൈറ്റ് ഇടണമെന്നുണ്ട്. മൂപ്പര് തന്നെയാണ് എന്നോട് പറയുന്നത് ഗ്രാനൈറ്റ് ഇടണ്ട, ഞാൻ ടൈൽസ് തരാം എന്ന രീതിക്ക്. ടൈൽസ് ഞാൻ തീരെ താല്പര്യമില്ല. അപ്പം എന്നോട് നീ പൈസ തരണ്ട, ടൈൽസിന് നീ പൈസ തരണം, ഞാൻ നിനക്ക് ടൈൽസ് ഫ്രീ ആയിട്ട് തരുന്നത്. എന്നോടും അതോടൊപ്പം തന്നെ ഒരു ആർട്ടിസ്റ്റിൻ്റെ മാനേജറോടും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനോടും പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ ടൈൽസ് തരാം, നീ ഉള്ള പോലെ എപ്പെങ്കിലും തന്നു അല്ലെങ്കിൽ വേണ്ടാന്നുള്ള രീതിക്ക് പുള്ളിക്കും ടൈൽസ് കൊടുക്കുന്നത്, എനിക്കും ടൈൽസ് തരുന്നു, എനിക്ക് ഫ്രീ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ടൈൽസ് എനിക്ക് തരുന്നത്. അതിനുശേഷം ടൈൽസ് ഞാൻ വീണ്ടും ടൈൽസ് ഇട്ടപ്പോൾ എന്നോട് ഒരു വീഡിയോ ആക്കിയിട്ട് എനിക്കിത് അയച്ചു തരണം, ഇത് പ്രൊമോഷൻ, ഇത് ഒരു പരസ്യം എന്നുള്ള നിലയിൽ ഒരു വീഡിയോ ആക്കി തരണം. അപ്പം പുള്ളിയുടെ തന്നെ പേജിൽ തന്നെ ഉണ്ട് തോന്നുന്നു ആ ഒരു വീഡിയോ. വാട്ടർമാൻ്റെ അവരുടെ ടൈൽസിൻ്റെ ഒരു ആഡൊക്കെ വെച്ചിട്ട് പേരൊക്കെ വെച്ചിട്ട് ഈ ടൈൽസ് അത് ഞാൻ ചെയ്തു കൊടുത്തു പുള്ളിക്ക്. ഈ പടം 2023 റിലീസാവുകയും റിലീസിന് മുന്നേ തന്നെ ഈ പടം HROTT എന്ന OTT പ്ലാറ്റ്ഫോമിന് 1,90,00,000 രൂപയ്ക്ക് ഈ പടം ബിസിനസ് ആവുന്നു. 15 ലക്ഷം രൂപയ്ക്ക് മ്യൂസിക് റൈറ്റ്സ് പോകുന്നു. അങ്ങനെ ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ 2,05,00,000 രൂപയ്ക്ക് ഈ പടം ബിസിനസ് ആകുന്നു. പിന്നെ 35 ദിവസം ഈ പടം തിയേറ്ററിൽ കളിക്കുന്നു. അപ്പോൾ അതിൻ്റെ കണക്കുകളൊന്നും പിന്നെ പുറത്തോട്ട് വരുന്നില്ല. എനിക്ക് ഷൂട്ടിംഗ് എക്സ്പെൻസ്, അതായത് ഫസ്റ്റ് കോപ്പി ഞാനിത് 3,70,00,000 രൂപയ്ക്ക് തീർത്ത പടമാണിത് ഞാൻ. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു അല്ല അതിപ്പോൾ കൊടുക്കണ്ട, ഈ ഇതേ നായകൻ്റെ മറ്റൊരു പടം വലിയൊരു പടം വരുന്നുണ്ട്, അതിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ നമ്മൾ ചോദിച്ചതിനെക്കാട്ടിയും പൈസ കിട്ടും, അതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നും പറഞ്ഞത് മണ്ടത്തരാണ്, ചെയ്യരുത്. ഇത് പഴകം തോറും ഈ പറയുന്ന പോലെ ഇത് വീഞ്ഞല്ല, സിനിമയാണ്, അത് പഴകി പോവും, അതുകൊണ്ട് നമുക്കിത് എത്രയും പെട്ടെന്ന് സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പിടിച്ചു നിർത്തി, അത് കൊടുത്തില്ല. ആ പൈസക്ക് ഇന്ന് കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊന്ന് ശേഷം 1 CR അടുത്താണ് പറഞ്ഞു പോകുന്നത്. ആ പൈസക്ക് ഇത് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ പടം നഷ്ടമല്ല. തിയേറ്ററിൽ നിന്ന് വന്ന ഈ പറഞ്ഞ കളക്ഷൻ്റെ റിപ്പോർട്ടൊന്നും ഇതുവരെ നമുക്ക് കിട്ടിയതല്ല. ഇന്ന് രാവിലെയാണ് പുള്ളി പറയുന്നത് ഓഡിറ്റർ അടുത്ത് പോയിട്ട് കണക്ക് നോക്കി അവിടെ ബിൽ ടു ബിൽ ഉണ്ടെന്നത് ഇന്ന് രാവിലത്തെ ഇൻ്റർവ്യൂവിലാണ് പറയുന്നത്. ഇപ്പോൾ ഉന്നയിക്കാനുള്ള കാരണം സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ അതിനുശേഷം ഇപ്പോൾ ഒരു പടം ചെയ്തു.
ആ പടം ചെയ്ത സമയത്ത് ആ പടം വൻ ഹിറ്റായിരുന്നു. കാരണം വെച്ചാൽ 7 കോടി രൂപ മുടക്കിൽ ആ പടം ഏകദേശം ഒരു 30 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. പ്രകമ്പനം എന്നാണ് പടത്തിൻ്റെ പേര്. ആ പടം നല്ല രീതിക്ക് ജനങ്ങൾ പ്രേക്ഷകരെ ഏറ്റെടുത്തു. അപ്പോൾ ആ സമയത്ത് ഈ പുള്ളി ഇതിൻ്റെ ട്രെയിലറും ട്രീസറൊക്കെ പുള്ളിയുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പേജിൽ തന്നെ പുള്ളി തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് വളരെ സൗഹൃദത്തിലാണുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു പടം നമുക്ക് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം എന്ന രീതിക്കാണ് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് ആദ്യ പടത്തിലുണ്ടായ മോശം അനുഭവം കൊണ്ട് ഞാൻ എന്തായാലും എനിക്ക് എൻ്റെ ഒരു പടം അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ നോക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഒരു വൈരാഗ്യ ബുദ്ധിയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചെടുക്കാനും എന്നെ ഇപ്പം ഞാനിങ്ങനെ ഒരു നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം എന്ന രീതിക്കാണ് പുള്ളി എൻ്റെ പേരിലേക്ക് വലിച്ചഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൻ്റെ ഇങ്ങനെ സംഭവം വരുന്നു. ആ വരുന്നതിൽ എനിക്കറിയാം എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് എൻ്റെ കരിവാരി തേക്കാനും എൻ്റെ കരിയർ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരുപാട് കടമുണ്ടെന്ന് എനിക്കറിയാം. ആ കടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇപ്പം ഈ പറയുന്ന പോലെ സിനിമാക്കാരെ നെഞ്ചത്തേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് മാറി നിൽക്കുന്നത്. കാരണം വെച്ചാൽ എപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടം ഇങ്ങനെയുള്ള സെലിബ്രിറ്റികൾ അത് ഇടയിലേക്ക് വിഷയം വരുമ്പോൾ അതാണ് കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെടുക. എന്തായാലും സത്യം ഒരു നാൾ എന്തായാലും അത് പുറത്തേക്ക് വരും. എനിക്ക് ഇത്ര ഇതിനകത്ത് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ എന്തായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. കാരണം വെച്ചെങ്കിൽ എൻ്റെ കരിയറിനെ ബാധിക്കുന്ന രീതിക്കാണ് എൻ്റെ പേര് ഉപയോഗിച്ചിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഈ കണക്കിൻ്റെ കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കണക്ക് കാണാനും ഇതൊക്കെ നോക്കാനും തയ്യാറാണ്. അതിന് ഈ പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ആൾക്കാരും ഈ പറയുന്ന അതിൻ്റെ മറ്റൊരു പ്രൊഡ്യൂസറും ആ ഒരു പ്രൊഡ്യൂസർ മാത്രം ഇരുന്നാൽ പോരാ, കൃത്യമായിട്ട് അതിൻ്റെ പാർട്ണറായാലും മറ്റൊരാളുണ്ട്, അദ്ദേഹം കൂടി ഇരുന്നാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ കണക്ക് പുറത്തു വരുള്ളൂ. അതറിയണം. ഒറ്റ ചോദ്യം ഇപ്പോഴും പറയാനുള്ളത്, എന്തുകൊണ്ട് ഇതിൻ്റെ സാറ്റലൈറ്റ് ഇന്നും വിൽക്കാണ്ട് പിടിച്ചു നിർത്തിയതിൻ്റെ കാര്യം. ഇത്രയേ എനിക്ക് ഇദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളൂ. എന്നാലും വിവാദങ്ങൾ ഇപ്പോഴും തുടരുന്നു. മാത്രമല്ല നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വിജേഷ് പാണത്തൂറും വ്യക്തമാക്കുന്നു. KV ബൈജു, News 18, കാസർഗോഡ്. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ അനുമതിയില്ലാതെ പറന്ന സംഭവം ഗുരുതര സുരക്ഷാ ലംഘനമെന്ന റിപ്പോർട്ട്. ADGP ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറും. കാലാവസ്ഥാ പ്രശ്നമെന്ന കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ശുപാർശ ചെയ്യുന്നു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഡോക്ടർ MK റാമും ഡോക്ടർ KT സംഗീത നമ്പ്യാരുമാണ് ജാമ്യാപേക്ഷ നൽകിയത്. വകുപ്പ് മേധാവി ഡോക്ടർ MK റാം ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന് നിതിൻ മരണത്തിനു മുൻപ് കുടുംബത്തെ അറിയിച്ചിരുന്നതായി കുടുംബം കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് KSEB തൊടുപുഴ സെക്ഷൻ ഓഫീസിലേക്ക് വ്യത്യസ്ത പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. തലേണയും പായുമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയാണ് വ്യത്യസ്തമായി പ്രതിഷേധിച്ചത്. രാത്രി സെക്ഷൻ ഓഫീസിലെത്തിയ പ്രവർത്തകർ പായ വിരിച്ച് കിടന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. 3 ദിവസമായിട്ട് നിരന്തരമായിട്ടോ ഒരാഴ്ചയായിട്ട് ഇവിടെ കറണ്ട് കെട്ടില്ല എന്ന് പറയുമല്ലോ. നിങ്ങള് അവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇൻവേർട്ടർ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ആകെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഇതുപോലെ ഒരു ഫാൻ്റെ വീട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ആകെ ഇനി ഈ നാട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം KSEB ഓഫീസാ. അപ്പൊ പിന്നെ ഇനി ഇവിടെ കിടക്കാൻ പറ്റുള്ളൂ, വേറെ സ്ഥലമില്ല പോയി കിടന്നുറങ്ങാനായിട്ട്. നമുക്ക് കറണ്ട് പോകുന്നു പുറത്തോട്ട് ഉറങ്ങാൻ രാവിലെ പഠിക്കുമ്പോ. ഇത് രാവിലെ 5 മണിയാകുമ്പോഴാണ് ഉറങ്ങണേ. എങ്ങനെ ഉറങ്ങണത്? വേനൽച്ചൂട് കുത്തനെ ഉയർന്നതോടെ സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖല വലിയ പ്രതിസന്ധിയിലാണ്. തീരക്കടൽ മത്സ്യ ലഭ്യത കുറഞ്ഞതും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അഭാവവും മത്സ്യബന്ധന മേഖലയെ ബാധിച്ചിട്ടുണ്ട്. ജൂൺ മുതൽ തുടങ്ങുന്ന ട്രോളിംഗ് നിരോധനവും ചേർന്ന് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും ആശങ്കയിലാണിപ്പോൾ. സംസ്ഥാനത്ത് വേനൽച്ചൂട് ശക്തമായതോടെ തീരക്കടലിലെ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. സമുദ്രത്തിന്റെ ഉപരിതല താപനില ഉയർന്നതോടെ മത്സ്യങ്ങൾ ആഴക്കടലിലേക്ക് മാറുന്നതാണ് പ്രധാന കാരണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ വിലയിരുത്തൽ. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിലെ ഏകദേശം 60% തൊഴിലാളികളും ഇതര സംസ്ഥാനക്കാരാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർ നാട്ടിലേക്ക് മടങ്ങിയതോടെ ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകൾ പലതും തീരത്ത് കിടക്കുകയാണ്. ഇതോടെ ആഴക്കടൽ മത്സ്യബന്ധനവും മത്സ്യക്കയറ്റുമതിയും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയൊരു ക്രൈസിസ് പീരീഡാണ് ഈ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കൂടി കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മത്സ്യത്തിൻ്റെ ലഭ്യത വളരെ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം വരുമ്പോൾ ഈ പ്രവർത്തന മേഖല പൂർണ്ണമായും നിശ്ചലമാവുകയും ഈ നിരവധി തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. സാധാരണയായി ഈ സീസണിൽ ലഭിക്കേണ്ട നെത്തോലി, അയല, മത്തി, കിളിമീൻ തുടങ്ങിയ മത്സ്യങ്ങൾ വളരെ കുറവായി മാത്രമാണ് ലഭിക്കുന്നത്. മത്സ്യലഭ്യത കുറഞ്ഞതോടെ വിപണിയിൽ കിലോയ്ക്ക്
ഏകദേശം 100 രൂപ വരെ വില വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ മണ്ണെണ്ണ വില വർധനവും മത്സ്യബന്ധന മേഖലയെ ബാധിച്ചിട്ടുണ്ട്. എസ് വിനീഷ്, ന്യൂസ് 18, കൊല്ലം. കോഴിക്കോട് മാമ്പറ്റ അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം നിലച്ചു. കിഴക്കൻ മലയോര മേഖലയുടെ കായിക സ്വപ്നങ്ങൾക്ക് കുതിപ്പേകുമെന്ന് പ്രതീക്ഷിച്ച സ്റ്റേഡിയം നിർമ്മാണമാണ് അനിശ്ചിതത്വത്തിലായത്. മുക്കം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വേസ്റ്റ് മാമ്പറ്റ മിനി സ്റ്റേഡിയത്തിൽ 7 കോടിയോളം രൂപ ചിലവഴിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലായിരുന്നു നിർമ്മാണം. പ്രവൃത്തി നിലച്ചിട്ട് 1 വർഷമാകുന്നു. കിഫ്ബി സഹായത്തോടെ സംസ്ഥാന സ്പോർട്സ് ഡയറക്ടറേറ്റിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോയ്ക്കായിരുന്നു ചുമതല. ഊരാളുങ്കൽ സൊസൈറ്റിയായിരുന്നു ആദ്യഘട്ട നിർമ്മാണം നടത്തിയത്. ഓരോ ഘട്ടത്തിലും ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ നൽകേണ്ട ഏജൻസിയായിരുന്ന കിറ്റ്കോ നിർദ്ദേശങ്ങൾ നൽകുന്നതിലെ കാലതാമസമാണ് പ്രവൃത്തി നിലയ്ക്കാൻ കാരണമെന്നാണ് ആക്ഷേപം. ഇതോടെ പ്രഭാത സവാരിക്കും വിവിധ കായിക മത്സരങ്ങൾക്കും വേനലവധി ക്യാമ്പുകൾക്കും ഉപയോഗിച്ച മൈതാനം ഉപയോഗശൂന്യമായി. ഈ ചുറ്റുമതിലിന്റെ പണിയാണ് ഇപ്പോൾ അവസാനമായിട്ട് ഇവിടെ നടന്നത്. പിന്നെ ഈ ഡ്രസ്സിംഗ് റൂം, അതേമാതിരി ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ പണിയൊക്കെ പകുതി വരയിൽ നിലച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഈ അവധിക്കാലത്ത് ഒരുപാട് കുട്ടികൾ ഇവിടെ ഫുട്ബോൾ കോച്ചിങ്ങും അതുമാതിരി ഇവിടെ ഈ നഗരസഭയിലും പുറത്തുമുള്ള കോളേജുകൾ, സ്കൂളുകളുടെ മീറ്റൊക്കെ നമ്മളെ ഈ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. അതൊക്കെ ഇപ്പം നിന്നു. കാരണം ഇതുപോലുള്ള സൗകര്യമുള്ള ഗ്രൗണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല, എവിടെയില്ല. അപ്പോൾ ഗതാഗത സൗകര്യം, അതുമാതിരി ചെറിയ കുട്ടികളെ കൊണ്ടുവരാൻ സുരക്ഷിതത്വം, ഗ്രൗണ്ടിൽ അങ്ങനത്തെ ഒരു പിന്നെ അപകടകരമായിട്ടുള്ള ഒരു സംഭവം ഇല്ലാത്ത ഗ്രൗണ്ട് നമ്മൾ കളിസ്ഥലത്തിന് വേണ്ടി ഉണ്ടാക്കിയമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു മാമ്പറ്റ ഗ്രൗണ്ട്. അപ്പോൾ അത് നിന്ന് പോയതിൽ വലിയൊരു സങ്കടമുണ്ട്. കാരണം നമ്മളെ മുക്കം ഫുട്ബോൾ അക്കാദമിയുടെ ക്യാമ്പ് തന്നെ 5ഓളം ബാച്ചുകൾ ഉണ്ടായിരുന്നു. 2.5 ഏക്കറോളം വരുന്ന മൈതാനത്ത് ടർഫ് ഫുട്ബോൾ മൈതാനം, 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, വോളിബോൾ കോർട്ട്, ഗ്യാലറി, ഡ്രസ് ചേഞ്ചിങ് റൂം, ആധുനിക ജിംനേഷ്യം, ജമ്പിംഗ് പിറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതി. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു കളിസ്ഥലം എന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഡിയം നിർമ്മാണം. ആദ്യം തിരുവമ്പാടി പുല്ലൂരാംപാറയിൽ സ്റ്റേഡിയം സ്ഥാപിക്കാൻ സർക്കാർ തുക വകവരുത്തിയെങ്കിലും സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ മാമ്പറ്റയിലേക്ക് മാറ്റുകയായിരുന്നു. സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിച്ചാൽ ദേശീയ അത്ലറ്റിക് മീറ്റ് ഉൾപ്പെടെയുള്ള കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് പ്രയോജനപ്പെടും. സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ 40 മുതൽ 50 ഷോറൂമുകൾ കൂടി തുറക്കാനൊരുങ്ങി മൈജി. കേരളം, കർണാടക, തമിഴ്നാട് എന്നിവയ്ക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും ബ്രാഞ്ചുകൾ സ്ഥാപിക്കും. ഒരു വർഷത്തിനുള്ളിൽ 7500 കോടി ടേൺ ഓവർ ഉയർത്തുകയും 1000 ജീവനക്കാർക്ക് തൊഴിൽ നൽകുകയുമാണ് മൈജി ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ഓണവിപണിയിൽ മാത്രം 1600 കോടിയുടെ വിറ്റുവരവ് നേടാൻ മൈജിക്കായി. കമ്പനിയുടെ സ്വന്തം ഉൽപ്പന്ന നിർമ്മാണം വർദ്ധിപ്പിക്കുക കൂടിയാണ് ഈ വർഷം ലക്ഷ്യമിടുന്നതെന്ന് മൈജി ചെയർമാൻ AK ഷാജി വ്യക്തമാക്കി. 5500 കോടിയാണ് ഈ കഴിഞ്ഞ ഫിനാൻഷ്യലിൽ ഞങ്ങൾക്ക് വിറ്റുവരവുണ്ടായത്. അത് നിങ്ങളൊക്കെ വലിയൊരു സപ്പോർട്ട് അതിലുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത്, നിങ്ങളുടെ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, കൂടുതൽ പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളത്. 5800 പേരാണ് ഡയറക്റ്റായിട്ടും, ഇൻഡയറക്റ്റായിട്ട് ഏകദേശം ഒരു 3000 പേരുമാണ് ഇപ്പം മൈജിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2026-27 ഞങ്ങൾ വലിയ പ്ലാനുകളാണ് കേരളത്തിലും അതേപോലെ തന്നെ കർണാടകയിലും തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലൊക്കെ മൈജിയുടെ ഷോറൂമുകൾ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ 5800 എന്ന് പറയുന്ന എംപ്ലോയിയുടെ കൗണ്ട് ഞങ്ങൾ 10,000-ലേക്കാണ് ഞങ്ങൾ ഈ വർഷത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഷോറൂമുകളുടെ എണ്ണത്തിനല്ല പ്രത്യേകത, അത്രയും പേർക്ക് കേരളത്തിലുള്ള ഒരു ബ്രാൻഡ് 10,000 പേർക്ക് ജോലി കൊടുക്കാൻ ഈ വർഷം ടോട്ടലി സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതോടൊപ്പം തന്നെ 40 മുതൽ 50 ഷോറൂമുകളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതിൽ കേരളത്തിൽ ഷോറൂമുകൾ വരുന്നുണ്ട്, കർണാടകയിൽ വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ ഞങ്ങളുടെ പ്രസൻസ് ഒരുപാട് ഷോറൂമുകൾ വരുന്നില്ല. എന്നാലും ഈ വർഷം തന്നെ ഞങ്ങൾ തമിഴ്നാടും ഞങ്ങളുടെ പ്രസൻസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ ഈ വർഷം. അതേപോലെ തന്നെ 2030 ആകുമ്പോഴേക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മൈജിയുടെ പ്രസൻസ് ഉണ്ടാക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും മൈജിയുടെ ഷോറൂമുകൾ, അതുവഴി ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശമുണ്ട്. ഡിവൈഎഫ്ഐ നേതാക്കളുടെ മൂന്നാർ റിസോർട്ടിലെ പാട്ട് വൈറലാകുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്, തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവരാണ് സംഘത്തിലുള്ളത്. കോൺഗ്രസ് വയനാട് വീട് നിർമ്മാണം വൈകുന്നതിനെ വിമർശിച്ചാണ് പാട്ട്. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. നിങ്ങൾ തിരിച്ചല്ലേ ഞങ്ങൾ മറന്നു വിചാരിക്കല്ലേ ഓ തയ്യാറത്താരാ
തെറ്റുകൾ മറന്നില്ലേ നാടിനെ പറ്റിച്ചില്ലേ കോൺഗ്രസ്സുകാരെ കോൺഗ്രസ് 9 മണി വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സിൽ TG സജിത് ചേരും. നമസ്കാരം.